കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം 4.5 പവൻ സ്വർണ്ണാഭരണം കവർന്നു. 2 ലക്ഷം രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങൾ, 65,000 രൂപ എന്നിവ നഷ്ടമായി. തലച്ചിറയിൽ ജോസ് മാത്യുവിന്റെ വീട്ടിലാണ് മോഷണം. ഇപ്പോൾ വാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ എല്ലാം വലിച്ചു വാരിയിട്ടതാണ് കാണുന്നത്. പിന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അലമാരി എല്ലാം കുത്തി പൊളിച്ചിട്ടുണ്ട്. എല്ലാം ബാക്ക് സൈഡിൽ നിന്നാണ് ഇവർ കയറി തുളച്ച് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നേരെ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിരിക്കുകയാണ്. അതിലൊരു ഏകദേശം ഒരു 4.5 പവന്റെ സ്വർണം പോയിട്ടുണ്ട്. സമീർ സി മുഹമ്മദ് വിശദാംശങ്ങൾ നൽകും. സമീർ, വലിയൊരു കവർച്ചയാണ് നടന്നിരിക്കുന്നത്. ഈ മോഷ്ടാവിനെ കുറിച്ച് എന്തെങ്കിലും സൂചനകൾ, വല്ല CCTV ദൃശ്യങ്ങളോ മറ്റോ ഈ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ടോ? ഈങ്ങാപ്പുഴ അങ്ങാടിക്ക് സമീപം അടച്ചിട്ട വീട്ടിലാണ് മോഷണം നടന്നിരിക്കുന്നത്. തലച്ചിറയിൽ ജോസ് മാത്യുവിന്റെ വീട്ടിലാണ് മോഷണം നടന്നിരിക്കുന്നത്. ജോസ് മാത്യുവിന്റെ ഭാര്യ പിതാവ് ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവിടെയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യയുള്ളത്. അതുപോലെ തന്നെ താമരശ്ശേരി സ്റ്റേറ്റ് ബാങ്കിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് മാത്യു. അദ്ദേഹം നൈറ്റ് ഡ്യൂട്ടിയിലുമായിരുന്നു. പിന്നീട് രാവിലെ വന്നപ്പോഴാണ് ഈ വീട് ഇങ്ങനെ തുറന്ന നിലയിൽ കണ്ടത്. പിന്നീട് പരിശോധിച്ചപ്പോഴാണ് വലിയ രീതിയിലുള്ള മോഷണം ഇവർ തിരിച്ചറിഞ്ഞത്. 4.5 പവൻ സ്വർണ്ണാഭരണം നഷ്ടമായിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ലക്ഷം രൂപ വില വരുന്ന ഡയമണ്ട് ആഭരണങ്ങളും പോയിട്ടുണ്ട്. 65,000 രൂപ പണമായി നഷ്ടമായിട്ടുണ്ട്. കൂടാതെ 1/2 ലക്ഷം രൂപ വില മതിക്കുന്ന 3 വാച്ചുകളും നഷ്ടമായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങളാണ് ഈ കുടുംബം പരിശോധിച്ചത്. പക്ഷേ CCTVയുടെ ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെ മോഷ്ടാക്കൾ കടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിന് ഈ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. സമീപ വീടുകളിലെ CCTV ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം തുടരുന്നത്. CCTVയുടെ ഹാർഡ് ഡിസ്ക് അടക്കം മോഷണം പോയിട്ടുണ്ട്. വലിയ ആസൂത്രണത്തോടു കൂടിയുള്ള ഒരു മോഷണമാണ് വളർന്നത്. പോലീസിന്റെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇനി പ്രധാന വിശദാംശങ്ങൾ നൽകിയത് സമീർ സി മുഹമ്മദ്.